ആമിന, മോളെ നിന്റെ കെമിസ്ട്രി ടീച്ചറുടെ വയറിളക്കം മാറിയോ? അല്ല, കെമിസ്ട്രി ബുക്ക് എടുത്ത് വെക്കണമെന്ന് അറിയാൻ ചോദിച്ചതാ. നീ വെച്ച ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും മറന്നിട്ടുണ്ടാവും. എൻ്റെ അല്ലാ, നീ അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? എൻ്റെ പൊന്ന ആമിന, ഇന്നലെ രാത്രി നീ എന്തെടുക്കുകയായിരുന്നു? കണക്ക് ടീച്ചറിനെ നീ ധിക്കരിച്ചാൽ അവർക്ക് നിന്നോടുള്ള ഇഷ്ടം കുറയും. കണക്കിന് മാർക്ക് കുറഞ്ഞാൽ നിനക്ക് എങ്ങനെ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടും? അപ്പിയിടുന്നതിന് ഇവൾക്കെന്തിനാ ഇത്ര സമാധാനം? നിനക്ക് നാരങ്ങാച്ചാർ വെക്കണോ? അച്ചാർ വെച്ചോ, ദഹനത്തിന് നല്ലതാ. ഇനി ഉപ്പൂപ്പാൻ്റെ മൊഞ്ചത്തി ഒന്ന് ചിരിച്ചേ. അങ്ങനെ എൻ്റെ ആമിനാൻ്റെ മൊഞ്ച് ഈ നാട്ടിലെ തെണ്ടിപ്പിള്ളേർ ഒരിക്കലും കാണാൻ പാടില്ല. ആമിന വരാറായി. നോക്കി ഇന്നോ ഇപ്പൊ കാണാം ഒരു ചുന്ദരന്മാരി. വീടിന് കുറച്ച് മാറിയില്ല ഇവിടെ. എന്താ എറിഞ്ഞോ? എല്ലാവരും നടക്കോ ടിങ്കു? മണിക്കൂർ 2 വായിക്കാൻ തുടങ്ങിയിട്ട്. പോരാത്തിന് വൈകിട്ട് വന്ന് വായിക്കും. ഈ അറിവുകളെല്ലാം പ്രയോഗിച്ച് തീരും ചാവുന്നതിന് മുമ്പ്. അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. ഈ ഭൂമിയിലുള്ള എന്തിനെ കുറിച്ചും ടിങ്കുവിനറിയാം. ഈ പള്ളിക്കൂടത്തിലെ ചില സാറന്മാരെ ടിങ്കുവിൻ്റെ അടുത്താ സംശയം ചോദിക്കാൻ വരാറ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-25 വർഷം മുമ്പ് കാണാതെ പോയ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത വരുന്നുണ്ടോ എന്ന് അറിയാൻ തുടങ്ങിയ പത്രവായനയാ. ഒടുക്കം അമ്മയും വന്നില്ല, വായനയും നിന്നില്ല. ഷാരൂഖ് ഒരുക്കം തുടങ്ങി. നോട്ടം കിട്ടി, ഭാഗ്യം. കോളനിയിൽ ഒറ്റാമ്പിള്ളേരെ അവള് നോക്കില്ല ബാബാ. അതിലാ എനിക്കൊരു പ്രതീക്ഷ. 2 കണ്ണു മാത്രം. ആ പാവം കളവന് നീ കൊണ്ടിട്ട് ദൂരം കൊടുക്കില്ലല്ലോടാ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തി
പാപ്പാ വൈകുന്നേരം വരാം. നീ ഇന്ന് ടൗണിൽ പോകണുണ്ടോടാ? ഇല്ല, നാളെ. ആ പിന്നെ നീ വരുമ്പോ ആ തണ്ടി പിള്ളേരെ കൂട്ടണ്ട, നിന്റെ ആ കൂട്ടുകാരൻ വരും. ചായ കുടിച്ചാൽ കാശ് തരില്ല അലവലാദികൾ. എൻ്റെ നസീറെ, ഈ ലിവറുമല എൻ്റെ ജീവിതം. ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? അത് വലിയ പ്രശ്നമില്ലേക്കാ, അതാ ഞാൻ പിന്നെ വിളിക്കാൻ. ആ ഞാൻ ഇറങ്ങുന്നേ. നീ 3 മണിക്ക് തന്നെ വരണം. ഇന്നലെ നീ 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അത് ഞാൻ പിന്നെ അതും ഇതൊന്നുമില്ല. സ്കൂൾ വിടുമ്പോഴേക്കും ഞാനവിടെ എത്തിയില്ലെങ്കിലേ എൻ്റെ ആമിനെ അവിടെ കാത്തേക്കേണ്ടി വരും. 1 മണിക്കൂറല്ലേ വേണ്ടു, അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരില്ലേ? ഇക്കയിടായിട്ട് 2 മണിക്കൂർ ലേറ്റ് ആയിട്ടല്ലേ വൈകുന്നേരം വരുന്നത്. ഞാൻ പോയിട്ട് രാത്രിയിലും വരണ്ടേ? എൻ്റെ ശമ്പളത്തിൽ നിന്ന് നല്ലൊരു വീതം നിനക്ക് തരുന്നത് വെറുതെയാണ്. സൂക്ഷിച്ചു പോ. ഹായ് ബ്ലാക്ക് മോളി. കുറച്ചും കൂടി അടുത്ത് വാടാ, എന്നിട്ട് ഈ ദോശക്കല്ലെടുത്ത് വണ്ടിയിലോട്ട് വെച്ചോ. പാപ്പയുടെ കാര്യത്തിൽ തീരുമാനമാകും തല വെറുപ്പിക്കല. നമ്മളങ്ങോട്ട് ഇറങ്ങുക. ദോശതാ, അല്ലെങ്കിൽ പട്ടിണിയാവും. ഞാൻ ആ ഓനച്ചനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ചീത്ത പറഞ്ഞു. അവനിങ്ങ് വരട്ടെ, എന്റെ കാലും കഴിഞ്ഞ് തല്ലോടിക്കും ഞാൻ. അതൊന്നും വേണ്ട. അങ്ങനെ ഏതാ പാപ്പോയി ഇറങ്ങാൻ ഇനിയും ലേറ്റ് ആവും. ഒരു പുൽസയും കാണാ. ഓടാ. എടാ ഓനാച്ചൻ വരുമ്പോ ഒന്ന് വിളിക്കണേ. ആ ചേച്ചി. ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സീരിയൽ അത് വായിക്കരുത്. ചീറ്റ്. അയ്യേ, കരിച്ചി. കുറച്ചേ കരിഞ്ഞുള്ളൂ. ഈ മോളിയുടെ ദോശയ്ക്ക് ഉപ്പില്ല. ഇനി ഇതും പറഞ്ഞ അങ്ങോട്ട് ചെന്നാ മതി. മോളി ചേച്ചിന് ഉപ്പിലിടും. ഇപ്പൊ ഉപ്പ് കൂടിപ്പോയി. എന്നാ തിന്നണ്ട. ഇത് കരിയുന്നില്ലല്ലോ. ആ, അത് കരിഞ്ഞോളൂ. ചൂട് നോക്കൂ. ആ ചൂട്. നീ ആ പാപ്പനോട് ചുറ്റിപ്പണം ചോദിച്ചോ? നാളെ തരാന്ന്. ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു ചിരിക്കുന്നു. എന്തിന്? ഇവിടെ നിന്ന് തുഴഞ്ഞെത്തില്ലെന്നറിയാം. നമുക്കൊരു കാറ് വാങ്ങണം. 150 രൂപയുടെ ചിട്ടി പൈസ വാങ്ങാൻ ഒരു കാറ് വാങ്ങണം. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഞാനൊരു കോമഡി പറഞ്ഞല്ലേ. അല്ല, കൈക്കാശ് എത്രയുണ്ട്? 400. 400? ബാക്കി എന്തി? ആ ഗ്രേസിയുടെ പയ്യന് സ്കൂൾ ഫീസിന് കൊടുത്തു. ഇതിപ്പോ കൊറേ ഗ്രേസിക്ക് എന്ത് കൊടുത്താലാ ഫിലിപ്പിന്റെ ജാട കാണണം. ഈ കോളനിയിൽ അമ്മ അത്ര സ്കൂളിൽ പോകുന്നുള്ളൂ അവന്റെ വിചാരം. ആ, അത് ശരിയല്ലേ? എനിക്ക് ഫിലിപ്പിനോട് ഒന്ന് കുളിപ്പിക്കാൻ പറ. ഹലോ ലലിച്ച, അമ്മ ഒന്ന് മിണ്ടാതിരി. ആ, നാളെ ടൗണിൽ പോണ്ടേ? ലാലിച്ച, കാശിന്റെ കാര്യം. അപ്പൊ ശരി.
ആഹാ ചേച്ചിയേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ദൈവമേ, നാട്ടിലെ കാര്യം എങ്ങനെ പോകുന്നു വെച്ചാൽ ഇത്രയും വലിയ ആട്ടമുണ്ടാ. ആഹാ മോനെ സ്കൂളിൽ പോണ്ടടാ. ഞാൻ പോയി എന്നേ രക്ഷോട്ടനെ. ഇങ്ങനെ വേണം പിള്ളേരായ. ഇന്ന് ആരെ പറ്റിക്കും? ഓനച്ചമരത്തുണ്ട്, ഞാനിപ്പോ പോവാം. എങ്ങോട്ടാ? കുറച്ച് പണിയുണ്ട്. ഇനി ഇതെടുക്കാന്നൊക്കെ പറഞ്ഞു വേണ്ട. താങ്ക് യു. ഈ തോർത്ത് കൈ വെച്ചോ, ഒലിക്കുമ്പോ ചീറ്റ. സ്മിത്ത് സാർ ഉള്ളോണ്ട് ഇവ ഇറങ്ങി, അല്ലെങ്കിൽ ഞാൻ ഇവന്മാരൊക്കെ ചമ്മി നാറിയേനെ. അയ്യേ, എന്താടാ നിന്നെ ഇറക്കാൻ മുഖ്യമന്ത്രി വരൂടാ. സാറി പത്രമായിരേ അറിയാതെ ഇതായിരിക്കും അല്ലടോ പോയി. എന്റെ ദൈവമേ, അപാര കോമഡി ആയി പോയി. കാര്യം പറയ്, എന്ത് ശരിയാടോ ഇത്? ഇയാൾക്ക് പ്രാന്തടാ. എടാ, ഇവൻ ഒരു മാല പൊട്ടിച്ചോണ്ട് ഓടി. അതിന് എന്നിട്ടെന്താ കേസില്ലാത്തത്? അതെന്താ കേസില്ലാത്തത്? ഇവൻ പൊട്ടിച്ചോണ്ട് ഓടിയ മാലേ മുക്കുവണ്ടമായിരുന്നു. അയ്യേ, ഈ കോമഡി പറയാനാണ് അയാൾ ഇത്രയും കിടന്ന് ഇരിച്ചത്. എനിക്ക് അന്നേരം അറിയാം ഇത് നല്ല കോമഡിയാണ്. ഹായ്. എന്താ ക്ലാസ് ഇല്ലേ? ലാസ്റ്റ് പീരീഡ് ഇല്ല, 4 വേണം. എന്തിനാ എപ്പോഴും ഒരേ നിർത്തലുള്ള മീനെ കൊണ്ടുവന്നേ? ചുമ്മാ. ഇല്ല വേണ്ട, എടുത്തോ. നിനക്ക് ആ തട്ടയുടെ പെണ്ണിന്റെ പിന്നാലെ പോകാതെ അതിനെങ്ങാണ്ട് ഉണിച്ചോടെ. ഞാനെങ്ങാനും ആയിരിക്കണം. അത് ശരിയല്ല. വന്ന് ഈ കളവിന് കൊച്ചിന്റെ പുറകെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെയൊക്കെ പേടിച്ച് വേണ്ട. ഷാരൂഖ് ഖാൻ തുടങ്ങി. സ്കൂളിന്റെ പിന്നിൽ കടയിട്ടത് നന്നായി, മുന്നിലായിരുന്നെങ്കിൽ പെട്ടേനെ. എന്റെ അമ്മോ, ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടായാലും. എവിടെ ചെന്നാലും ഇവന്മാർ സ്വൈര്യം തരില്ല. നായിൻ്റെ മക്കൾ. നീ വെറുതെ ആമനെ കാണിക്കാൻ ഒരു അഭ്യാസം കാണിച്ച് സിസ്പാക്ക് കുളിക്കി കിടന്ന എണ്ണിടാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 90, 91, 92, 93, 94. നിമ്മി എത്ര ദോശ വേണം? 8. ഇതാ 10 ഉണ്ട്. 8 മതി. വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ വിശക്കും, എനിക്കറിയാം. നിന്റെ തള്ളക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. എന്നാ പോയിക്കോ, രാത്രി ഇവിടെ നിന്ന് ഇറങ്ങണ്ട. നിമ്മി ആ ചമ്മന്തി. വായെടുക്കണ, അല്ല ഇച്ചങ്ങേറിപ്പോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സർക്കാരിന്റെയും മെമ്പർ ഓലത്തിന്റെയും പരിശ്രമത്തിന്റെ ഫലമായി വർഷങ്ങളായി നാം സ്വപ്നം കണ്ട മിനിയെ നമ്മുടെ മേൽപ്പാലത്തിന്റെ പണി ഉടനെ ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. നമ്മുടെ സ്വന്തം മേൽപ്പാലം. എഞ്ചിനീയർ വരുന്നു, എഞ്ചിനീയർ വരുന്നു. റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷന്റെ പ്രമുഖനായ എഞ്ചിനീയർ, സമർത്ഥനായ എഞ്ചിനീയർ തേജസ് വർക്കി നമ്മുടെ പാലം പണിയാൻ എത്തിച്ചേരുന്നതാണ്. ഡിസംബർ 23-ാം തീയതി
ഡിസംബർ 23-ാം തീയതി ക്രിസ്മസ് ആഘോഷവും എഞ്ചിനീയറിന്റെ സ്വീകരണവും നമ്മുടെ കോളനിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പണികൾ വരുന്നത് ഇയാൾക്കല്ല പണിക്കും പറ്റൂടെ. എസ്തപ്പാനങ്ങളും ADO പാർട്ടിയും ചേർന്ന് എഞ്ചിനീയറിന് ഈ കോളനിയിൽ വെച്ച് ഒരു സ്വീകരണം നൽകുന്ന വിവരം വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇയാളെ പേരട്ട ഞാൻ നടത്തും. പ്രിയമുള്ളവരെ, ശിവന്റെയും പാർട്ടിയുടെയും കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ കഠിനാധ്വാനവും പേപ്പർ വർക്കും ചില അഴിമതി വീരന്മാർ തട്ടിയെടുത്തതായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. എങ്കിലും ഈ സന്തോഷവേളയിൽ എല്ലാ ജനങ്ങളും പാർട്ടിയും ഒന്നായി പ്രവർത്തിക്കണമെന്ന് ഞാനും എന്റെ പാർട്ടിയും ആഹ്വാനം ചെയ്യുന്നു. അപ്പം വീതം പറ്റാൻ വന്നതാണല്ലേ? വേറെ വഴിയൊന്നുമില്ലേ, ഒന്ന് രക്ഷിക്കണം. ആലോചിക്കാം. ഞാൻ പറയുന്ന പോലെ സാറ് കേൾക്കും. ശരിക്കും ഞാനാ ഇവിടുത്തെ സാറ്. എനിക്ക് കാശ് തരണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പം എല്ലാം ശരിയായോ? സാർ അയാളെ കൈക്കൂലി ചോദിക്കുന്നു. അയാൾ ചോദിക്കുന്നതും കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നും കിട്ടത്തില്ല. സാറേ, അയാൾ ചുമ്മാ പറയുന്നതാ. ഇത്ര ഡീസൻ്റായിട്ട് കൈക്കൂലി വയ്ക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കാണാൻ പറ്റുള്ളൂ. പന്നെ കളവൻ ഓണക്ക ഫ്രീക്കായി. എവിടെ പോയിരുന്നു ഇത്ര നേരം? വൈകിപ്പോയി ഷെമി. എന്താ ഇത്ര കലിപ്പ്? ആ താടിക്കിട്ട് ഒരു നമ്പർ ഇട്ട് നോക്കും. വർക്കൗട്ട് ആയില്ല. സാറിനോട് പറഞ്ഞു കൊടുത്തു. ഇനി അതിന് ഞാരെ കിട്ടുമോ എന്തോ. പാമ്പ് മീനത്തിനൊന്നേ. പോട്ടെ പോട്ടെ പോട്ടെ. ലളിച്ച കാശ് ഉണ്ടടാ, ഞാൻ കൊണ്ടുതരാം. എന്റെ കമ്മീഷൻ വിട്ട് എത്ര വരും നിനക്ക്? 3600. ഞായറാഴ്ച കോളനിയിൽ എഞ്ചിനീയർ സ്വീകരണത്തിന് രൂപ കൊണ്ടുവന്നാൽ മതി. വരാണ്ടിരിക്കാൻ പറ്റുമോ? എഞ്ചിനീയറെ കാര്യങ്ങൾ നോക്കാൻ ഓഫീസിൽ നിന്ന് എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പണി വരുന്ന വഴിയേ ഇനിയിപ്പോൾ പാലം പണി കഴിയുന്നത് വരെ നിലത്ത് നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. അയാളെ കണ്ടോ? ആരെ? എഞ്ചിനീയറെ. ആ, വരുന്നൊരു മെസ്സേജ് കണ്ടു. അപ്പൊ സ്വീകരണം അതൊക്കെ കൃഷ്ണ സാർ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ശരിടാ, ഞാൻ പോവാം. പോലെ എന്തടാ? ഞായറാഴ്ച ലാലിച്ചും കാശ് എന്നാ തിങ്കളാഴ്ച വാങ്ങും. മുത്താടാ നീ. ശരി. അതിന് ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ നീ തടവി തലോടെ അവിടെ തേഞ്ഞല്ലടാ. നിനക്കത് വാങ്ങിച്ചൂടെ? ജോസഫ് എണ്ണ മണിച്ചേട്ടാ പുറത്തു പോയടാ. ഇപ്പൊ വരോ? വൈകുന്നേരവും എൻ്റെ അടുത്ത് പൂട്ടി പൊക്കോളാൻ പറഞ്ഞു. മണിച്ചേട്ടോയ്, ഓ, ആ കണ്ണാടി കാണുന്ന സാധനത്തിന് എന്ത് വില വരും? ജോസഫേട്ടാ, ചെക്കൻ കണ്ടിങ് പോരെ. കൂടെ താടിക്കാൻ ആ അവിടെ നിന്നാ പുതിയ കടയലങ്കാരൊക്കെ ഉദ്ഘാടിച്ചാടാ. എന്തുകട? ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. വെറുതെ അല്ല രണ്ട് വീച്ചായിട്ടിരിക്കുന്നത്. ഒടുക്കത്തെ വില ഇടുമ്പോഴേ ആലോചിക്കണം. മണിച്ചേട്ടാ, ഇതുപോലത്തെ വീൽചെയറൊക്കെ അവിടെ വില കുറവാ? എന്നാ നീ അവിടെ പോയി വാങ്ങടാ. അല്ല കിടാവേ, നീ 1000 രൂപ അഡ്വാൻസ് നീ ഇതിവിടെ വെച്ച് പോയിട്ട് എത്ര മാസം വല്ല പിടുത്തോണ്ടാ ഇല്ലേ? അതങ്ങനെ ആരെങ്കിലും ഇത് തന്നെ വാങ്ങാൻ വരുമ്പോൾ അപ്പം നിന്റെ മുഖങ്ങൾ ഓർമ്മയിൽ വരും. പിന്നെ കൊടുക്കാനും പറ്റില്ല. കുറച്ച് തരണം കേട്ടാ. ഇന്നെന്താ ദിവസം ജോസഫേട്ടാ? ഇത് ചോദിക്കണം നീ ഇങ്ങോട്ട് വന്നേ. പറ ജോസഫേ. ഇന്ന് പോകാനേ കേട്ടാ. തെറ്റിച്ച് ശനി. ആദ്യം വന്നപ്പോഴേ എനിക്ക് തോന്നി കണ്ട ശനിയാന്ന്. തിങ്കളാഴ്ച രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും കട തുറക്കണം. ഞാനിത് കൊണ്ടുപോകാൻ വരും. അപ്പൊ കാശാടാ? റെഡിയാണ്. നിന്റെ അമ്മ സത്യം റെഡിയാണ്. 47 ഫുൾ പേയ്മെന്റ്. സന്തോഷമൊക്കെ കൊള്ളാം, മുങ്ങി ചാകല്ലേ.
ഓക്കെ. ലാലിച്ച അപ്പൊ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? സാറ് വരുമല്ലോ. സാറ് വന്നോളും. നിങ്ങൾ എന്നെ ഈ നാട്ടുകാരിലെ പ്രധാനമന്ത്രിയാക്കും. നോക്കിയോ, കളർ ബൾബിൽ കുരുങ്ങാതെ പോകണം. കത്തുന്ന ബൾബാണെങ്കിൽ കാശ് എന്റെയാണ്. ഞാൻ മുങ്ങാണേ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതെന്താ? സാറ് ഒരു 7 ദിവസം കഴിയുമെന്ന്. അപ്പൊ ഇവന്റെ കാര്യം? അവന്റെ കാര്യം നാട്ടുകാർ നോക്കിക്കോളും. അവ എനിക്കിട്ട് പണിയാൻ തുടങ്ങിട്ട് നാള് കുറയായി. കാശ് തികഞ്ഞു അല്ലേടാ? കഠിനാധ്വാനി നേടിയെടുത്തു. ഞാനിത് ഇപ്പോഴാ ശ്രദ്ധിച്ചത്. നിന്റെ ഡാൻസ് ഉണ്ടാ? യെസ്. ഡാ, ഈ ഒരുക്കങ്ങൾ നിന്റെ പപ്പ സ്വർഗത്തിരുന്ന് നിനക്കായി ഒരുക്കിയതാ. ആഘോഷിക്കടാ മുത്തേ. ശരി എന്നാ.